തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മാനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഒരുപാട് യാത്രകൾ ചെയ്യുന്നവരല്ലേ? 2 യാത്രകളെ കുറിച്ച് ഞാൻ പറയാം. ഒന്ന്, ഫോർട്ട് കൊച്ചിയിലൊരു വീടിന് കല്ലിടാൻ പോയത്. എന്നെ കൊണ്ടുപോകാൻ വന്നത് വീട്ടുടമസ്ഥൻ്റെ മൂത്ത മകൻ, ഓസ്ട്രേലിയ പഠിക്കുന്ന മകൻ, ഒരു ഫ്രീക്കനായ പയ്യൻ, അടിപൊളി പയ്യൻ. അവൻ എന്നെ കൊണ്ടുപോകാൻ വന്ന കാര്യം ഞാൻ ഓർക്കുകയാണ്. അവൻ്റെ വണ്ടിയിൽ ഞാൻ കയറിയിരുന്നു. അവൻ വളരെ വേഗത്തിലാണ് വാഹനം ഓടിക്കുന്നത് എന്ന് മാത്രമല്ല, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഫോർട്ട് കൊച്ചി വരെയുള്ള ഒരു കുഴിയും ഹമ്പ് പോലും അവൻ ഒഴിവാക്കുന്നില്ല. ഞാൻ അവനോട് പലപ്പോഴും പറഞ്ഞു, എടാ പതുക്കെ പോകണം, അല്പം കൂടി ശ്രദ്ധിക്കണം. അവൻ പറഞ്ഞു, അച്ഛൻ ഞാനിങ്ങനെ ഒരു റഫ് ഡ്രൈവറാണ്, ഇങ്ങനെ എനിക്ക് ഓടിക്കാൻ അറിയൂ. ഞാൻ അവൻ്റെ അകത്തിരുന്ന് പ്രാർത്ഥിച്ചും ദൈവത്തെ വിളിച്ചുമൊക്കെ അവൻ്റെ വീട്ടിലെത്തി. തിരികെ പോകുന്നത് ഞാനൊരു ഓട്ടോ വിളിച്ചാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും അവൻ്റെ ഒപ്പമുള്ള യാത്രയുടെ സുഖം. വേറൊരു യാത്രയുണ്ട്. ഞാൻ കൊല്ലത്തേക്ക് പോയതാ, ഒരു മധുചേട്ടൻ്റെ കൂടെ, ടാക്സി ഡ്രൈവർ. ഞാൻ ഈ വണ്ടിയിലേക്ക് കയറുമ്പോൾ മധുചേട്ടൻ ചിരിച്ചുകൊണ്ട് എന്നെ കയറ്റിയിരുത്തി. വണ്ടി കയറി ഇരുന്നതിന് ശേഷം എന്നോട് ചോദിച്ചു, അച്ഛൻ എ സി ആണോ നോൺ എ സി ആണോ എന്ന് ചോദിച്ചു. കുറച്ച് കഴിയുമ്പോൾ ചേട്ടൻ പറഞ്ഞു, അച്ഛന് റേഡിയോ മാംഗോ വേണോ അതോ FM വേണോ, ഭക്തിഗാനം വേണോ, സിനിമ പാട്ട് വേണോ? കുറച്ചും കൂടി പോയപ്പോൾ ചേട്ടൻ ചോദിച്ചു, സ്പീഡ് കൂടുതലാണെങ്കിൽ പറയണം, അച്ഛന് കംഫർട്ടബിൾ ആണല്ലോ. ഈ യാത്രക്കിടയിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇവിടെ നല്ല മുളക് ബജിയും കാപ്പിയും കിട്ടും, അച്ഛന് വേണോ? എറണാകുളത്ത് നിന്ന് കൊല്ലം വരെയുള്ള യാത്ര ഒരു ഉല്ലാസയാത്ര പോലെ തോന്നി. ഭയങ്കര സൗമ്യനായ മനുഷ്യൻ. ഈ 2 പേരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞില്ലേ? നമ്മളൊക്കെ പലപ്പോഴും പല വ്യക്തികളുടെയും ഡ്രൈവിംഗ് സീറ്റില്ല, അവരായിരിക്കുന്ന വാഹനത്തിൻ്റെ. ചിലപ്പോൾ അച്ഛനായിട്ട്, ഒരു വൈദികനായിട്ട്, ഒരു സിസ്റ്ററായിട്ട്, ഒരപ്പനായിട്ട്, യുവാവായിട്ട് നമ്മൾ ചിലരും കൊണ്ടിങ്ങനെ യാത്ര പോകുന്നുണ്ട്. ഒരു സൗഹൃദ സംഭാഷണ ഇടയിൽ പോലും നമ്മൾ ആ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിപ്പുണ്ട്. കുടുംബത്തോടൊപ്പം ആയിരിക്കാം. നമ്മുടെ ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന വ്യക്തിയെ മറക്കരുത്, ഒന്ന് ചിരിക്കണം. ഈ മധുചേട്ടനെ പോലെ ആദ്യത്തെ പയ്യൻ്റെ കൂടെ പോകാൻ എനിക്ക് പിന്നീട് മടിയായിരുന്നു. എന്നാൽ ഈ മധുചേട്ടൻ്റെ കൂടെ ഇനി യാത്ര ചെയ്യാൻ താല്പര്യമുണ്ട്. നിങ്ങളുടെ ഭാര്യ നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറയട്ടെ, ഭർത്താവും മക്കളും എൻ്റെ അപ്പനെക്കുറിച്ച് അങ്ങനെ പറയട്ടെ, സഹോദരങ്ങളെക്കുറിച്ച് അങ്ങനെ പറയട്ടെ. നമ്മുടെ കൂടെ ജീവിക്കുന്നതിൽ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നതിൽ അവർക്കൊരാനന്ദം ഉണ്ടാകട്ടെ. നമുക്ക് ശ്രദ്ധിക്കാം, അവരൊക്കെ ഈശോയുടെ മക്കളാണ്, നമ്മുടെ സ്വന്തം ദൈവത്തിൻ്റെ മക്കൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. നുറുങ്ങുവെട്ടം.